ജാനകി അമ്മയോട് കഥകളൊക്കെ പറയാണ്. അമലിൻ്റെ ഭാര്യ തമ്പിയുടെ മോളാണെന്നുള്ള സത്യം കൂടി ജാനകി പറയും. തമ്പിക്കെതിരെ കേസിന് പോയ കാര്യങ്ങളും തമ്പിക്ക് ജാനകി മകളാണെന്നുള്ള സത്യം അറിയാമെന്നൊക്കെ അമ്മയോട് ജാനകി പറയും. അതുകൊണ്ടാവും ചിലപ്പോൾ തമ്പി അപകടപ്പെടുത്താൻ ശ്രമിച്ചത്. അയാൾ എനിക്ക് വെറുപ്പാണെന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. തമ്പി സേനെ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുക, പക്ഷേ എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല. ആ സമയത്ത് തമ്പിയുടെ തോളിൽ വന്ന് കൈവയ്ക്കാണ് അബി. കൂടെ സക്കീർ ഭായി ഉണ്ട്. സക്കീർ ഭായി പറയും ജാനകി രക്ഷപ്പെട്ട് അറിഞ്ഞില്ലേന്ന് ചോദിക്കും. അബി പറയും അതെനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് തമ്പിക്കറിയാലോ, അതിൻ്റെ പേരിൽ 2 പെഗ് അടിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് തമ്പിയോട് പറയും വന്നേ 2 പെഗ്ഗൊക്കെ അടിച്ച് നമുക്കൊന്ന് ആഘോഷിച്ചാലോ. തമ്പിക്കുണ്ടായ മോളല്ലേ അവളെ കോമ സ്റ്റേജിലേക്ക് തള്ളിവിട്ടത് താനല്ലേ, അപ്പോൾ അവളെ എഴുന്നേറ്റതിൻ്റെ ചിലവും തമ്പിയുടെ അടുത്ത് നിന്നാവട്ടെ. ഇത് കേട്ടിട്ട് തമ്പിക്ക് ദേഷ്യം വരെയാണ്. തമ്പി അബിയോട് ചൂടാവും. അബി തിരിച്ചും ചൂടാവും. തമ്പി പറയും ഗുണ്ടകളെ എല്ലാവരും പിടിച്ച് പോലീസ് ഇടിച്ച് പിഴിഞ്ഞില്ലേ, എന്നിട്ട് ആരെങ്കിലും എൻ്റെ പേര് പറഞ്ഞോ, എനിക്കെതിരെ ഒരു തെളിവെങ്കിലും കണ്ടെത്താൻ സാധിച്ചോ, നിൻ്റെ ഭാര്യയ്ക്ക് ഏതൊരു രഹസ്യക്കാരനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അവനെ പോയിട്ട് പിടിക്കുമെന്ന് പറയും. ഇത് കേട്ടിട്ട് അബി തമ്പിയുടെ മുഖത്തിട്ട് അടിക്കുകയാണ്. അബി പറയും ഇതൊക്കെ ചെയ്ത് നീയും സേനാണെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് കേസ് വരെ ഒന്നും ഞാൻ നിൽക്കില്ല, നിന്നെ സേനയൊക്കെ ഞാൻ പിടിച്ച് കിടത്തുമെന്ന് പറയും. അതും പറഞ്ഞ് അബി അങ്ങ് പോകും. സക്കീർ ഭായി വന്നിട്ട് തമ്പിയോട് പറയും വേലി കിടന്ന പാമ്പിനെ എടുത്തിട്ട് വേണ്ടാത്തടത്ത് വെച്ച പോലെ ആയല്ലോ കാര്യങ്ങൾ. രാധാമണി വരച്ചേരെ ഇപ്പോൾ കിളി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി. ഇതിനൊക്കെ ഇടവരുത്തിയത് തമ്പിയാ, വിനാശകാലയ വിപരീത ബുദ്ധി എന്ന് പറയും. ഇന്ദ്രജ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് നകുലനോട് പറയും ഹോസ്പിറ്റലിൽ നിന്ന് വിലപ്പെട്ട ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്. നകുലൻ ചോദിക്കും ജാനകി കോമ സ്റ്റേജിൽ നിന്ന് പുറത്തു വന്നു. ചന്ദ്ര പറയും അതല്ലേ പറഞ്ഞത്, അവൾ സംസാരിച്ച് തുടങ്ങി, അവളുടെ ഉള്ളിൽ നീ ഒരു മതിപ്പുണ്ടാക്കി എടുക്കണം ആദ്യം. ജാനകിയുടെ അമ്മ വിളിച്ചുകൊണ്ടാണ് ഉണർത്തുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്ദ്രജ നകുലനോട് പറയും. അവർക്ക് വേണ്ടിയാണ് ജാനകി കോടതിയിൽ പോയത്, അതും തമ്പിക്കെതിരെ കേസിന്. ഇത് കൂട്ടി വായിച്ചപ്പോൾ നിനക്കെന്ന് മനസ്സിലായി, തമ്പിയാണ് ജാനകിയുടെ അച്ഛൻ. തമ്പിക്കെതിരെ ജാനകി കേസിന് പോകാനുള്ള മെയിൻ കാരണം അത് തന്നെ. അതുകൊണ്ടാവും തമ്പി അവളെ കൊന്നുകളയാൻ ശ്രമിച്ചത്. ഇതൊക്കെ കേട്ട് നകുലന് ചെറിയൊരു ഞെട്ടലുണ്ടാവും. സത്യം എന്താണെന്ന് നമുക്കറിയണം, അത് പിടിച്ചു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നിനക്കും ഇതൊരു 2ാം ജന്മമാവട്ടെ. ജാനകി അമ്മയോട് അബിയുടെ അച്ഛനെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറയാണ്. അതൊരു മനുഷ്യനായിരുന്നില്ല അമ്മേ, അതൊരു ഈശ്വരനായിരുന്നു. ആ മനുഷ്യൻ്റെ മകനും അങ്ങനെ അല്ലാതാവുമോ? അമലാണെങ്കിൽ എപ്പോഴും അബിയേട്ടൻ്റെ തേഴലായിട്ട് നടക്കാനാണ് ഇഷ്ടം. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരെ പറ്റിയും അമ്മയോട് ജാനകി പറഞ്ഞുകൊണ്ടേയിരിക്കും.